മുതലപ്പുഴയിലെ അഴിമുഖം അടഞ്ഞിരിക്കുന്നു. പുഴി പൂർണ്ണമായും മണൽ മൂടിയാണ് അഴിമുഖം അടഞ്ഞത്. മണൽ നീക്കം ചെയ്യാൻ കഴിയാത്തതോടെ സമീപ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറുമെന്ന ഭീഷണിയിലാണ്. ചിറയൻകീഴ് അഴൂരിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളത്. മുതലപ്പുഴി അനുദിനം വാർത്തകളിൽ നമ്മൾ ആ പേര് കേൾക്കാറുണ്ട്. അപകടത്തുരുത്തായും മരണപ്പൊഴിയുമായാണ് ആ സ്ഥലത്തെ വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോഴിതാ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് ഇവിടുത്തെ മനുഷ്യർ. നാളുകളായി നിലനിന്ന ആശങ്കയാണ് 3 ദിവസം മുൻപ് യാഥാർത്ഥ്യമായത്. മുതലപ്പുഴി പൂർണ്ണമായി ഒരു മണൽ തിട്ടയായി മാറി. ടൺ കണക്കിന് മണലടിഞ്ഞാണ് മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടിയത്. 11 വർഷത്തിന് ശേഷമാണ് പുഴി പൂർണ്ണമായും മണൽ മൂടുന്നത്. പുഴിയടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലിറക്കാനാവാത്ത ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ ഇത്രയും മണൽ കയറി കിടന്നിട്ട് പോലും ഇവിടുത്തെ സർക്കാർ അതിനുവേണ്ടി ഇക്കാലം അത്രയും ഒരു ശാശ്വത പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ എന്തുമാത്രം 185ഓളം മരണങ്ങൾ സംഭവിച്ചു, ഒത്തിരിയും അപകടങ്ങൾ സംഭവിച്ചു, ഒത്തിരി ഉപകരണങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയോ വർഷങ്ങളോളം മാസങ്ങളോളം നിരന്തരമായിട്ട് പറഞ്ഞിട്ടും അതൊരു പരിഹാരം കാണിക്കാത്ത സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന സർക്കാരാണെന്നുള്ള തെളിവാണ് ഈ കാണുന്നത്. മണൽ നീക്കാൻ എത്തിച്ച ഡ്രഡ്ജറുകൾ പ്രവർത്തനക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉള്ള ഡ്രഡ്ജറിൽ ഒരേ സമയം വളരെ കുറച്ച് മണൽ മാത്രമാണ് നീക്കി മാറ്റാൻ കഴിയുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ 2 കോടി രൂപ ചില്ലറ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ 2 കോടി രൂപ ചില്ലറ അനുവദിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ 2 ആഴ്ച ഈ മണ്ണെടുക്കാൻ തുടങ്ങിയിട്ട് ഈ 2 ആഴ്ച കൊണ്ട് മണ്ണെടുത്തിട്ട് ഇവിടെ ഇത് മണ്ണെടുത്ത് തീരാൻ കഴിയില്ല. അത് ചെറിയ റെഞ്ചർ കൊണ്ടുവന്ന് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രമാത്രം മണ്ണ് എടുത്ത് മാറ്റുവാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് മണ്ണ് ഓൾറെഡി അടഞ്ഞു. ഇതിന് ഒരു ആക്ഷൻ പോലും ഇവർ എടുത്തിട്ടില്ല. ഇവർ പറഞ്ഞ് ഇവിടെ ഡ്രഡ്ജിങ് എന്താണ് സാർ കണ്ടില്ലേ, ഡ്രഡ്ജിങ് നടക്കുകയാണ്. അതുകൊണ്ട് അവരവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. ചിറയൻകീഴ് അഴൂരിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. 17-ാം വാർഡിലെ ഏകദേശം ഭാഗങ്ങൾ മൊത്തം വെള്ളത്തിലാണ്. അതിനുവേണ്ടി ഇന്നതുവരെയായിട്ട് സർക്കാരോ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് ചെയ്യാനുള്ള പണ്ടൊക്കെ കാലഘട്ടത്തിൽ മണൽ വാരി മാറ്റുമായിരുന്നു. ഇപ്പോൾ അതിന് പോലും സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടില്ല. കൂടുതൽ ഇനി റോഡിലൊക്കെ കയറുകയാണെങ്കിൽ ഒരു ഇതാക്കും, ഇങ്ങോട്ട് മൊത്തം കയറും വെള്ളം, സർവത്ര സ്ഥലവും മുങ്ങും, വീട്ടിനകത്തും കയറും. അദാനി പോർട്ടിന്റെ പണി നടക്കുന്ന സമയത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടന്നിരുന്നു. പുതിയ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനമെന്ന നിലയിൽ സർക്കാർ ഇവിടെ ചെയ്യുന്ന പണി ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കും പോലെയാണ്. ആത്മാർത്ഥമായൊരു പ്രശ്നപരിഹാര ശ്രമം ഉണ്ടായില്ലെങ്കിൽ ഇന്നാട്ടുകാരുടെ പ്രതിസന്ധി ഉടനെങ്ങും അവസാനിക്കില്ല. ക്യാമറാമാൻ NS സജീവനും രാഹുൽ ആർ ചന്ദ്രനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.